എല്ലാവർക്കും വൊക്കാബ്സ്ട്രേലിയയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടുന്ന ഒരു ചാപ്റ്ററാണ് അധിനിവേശവും ചെറുത്തുനിൽപ്പും. ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് ഏകദേശം 20 വർഷങ്ങളെക്കുറിച്ചും 20 സംഭവങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ആ പറയുന്ന വർഷങ്ങളും അതുപോലെ ആ ഒരു സംഭവങ്ങളും നമ്മൾ കോഡ് വെച്ച് പഠിക്കാൻ വേണ്ടി പോവാണ്. ആ ഒരു വർഷങ്ങൾ മാത്രമല്ല, ഒരു 3-4 വർഷങ്ങൾ അധികത്തിലും കൂടെ നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യം ഞാൻ അങ്ങനെയൊക്കെ ഒരു ഇൻട്രോ പറഞ്ഞെങ്കിലും വളരെ കൂളായിട്ടാണ് ഈ ഒരു ക്ലാസ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യത്തെ ഒരു വർഷം ഇവിടെ എഴുതുകയാണ്. 1947. 1947. എന്താണ് 1947ൻ്റെ പ്രത്യേകത? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. എന്താണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഓക്കെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്നാണ് 1947. ഈ 1947 നിന്നും ഒരു 90 വർഷം നമ്മളങ്ങ് എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1857. എന്താണ്? 90 വർഷങ്ങൾ നമ്മൾ കുറയ്ക്കുന്നു. അപ്പം നമുക്ക് കിട്ടുന്നത് എന്താണ്? 1857. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഒന്നാം സ്വാതന്ത്ര്യ സമരം. എന്താണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം. പഠിച്ചല്ലോ? ഓക്കെ, ഇനി നമ്മൾ അതിൽ നിന്നും ഒരു 100 വർഷങ്ങൾ കൂടെ കുറയ്ക്കുകയാണ്. 100 വർഷങ്ങളൂടെ നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1757 അല്ലേ? 1757. എന്താണ് അതിൻ്റെ പ്രത്യേകത? 1757 പ്ലാസി യുദ്ധം നടക്കുന്നത്. പ്ലാസി യുദ്ധം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിക്കുന്ന, അധിനിവേശം സ്ഥാപിക്കുന്ന അല്ലെങ്കിൽ അധിനിവേശത്തിന് അടിത്തറയിട്ട ആദ്യത്തെ യുദ്ധമാണ് പ്ലാസി യുദ്ധം. അപ്പോൾ പ്ലാസി യുദ്ധം നടക്കുന്നത് 1757. ഓക്കെ, നമ്മൾ 3 വർഷങ്ങൾ പഠിച്ചല്ലോ. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അതിൽ നിന്ന് ഒരു 100 വർഷം കൂടെ കുറയ്ക്കുമ്പോൾ 1757 പ്ലാസി യുദ്ധം. നമ്മൾ ഈ പഠിച്ച വർഷങ്ങൾക്കെല്ലാം കോമൺ ആയിട്ട് എന്താ ഉള്ളത്? ഒരു 7 എന്ന് പറയുന്ന ലെറ്റർ കോമൺ ആയിട്ട് വരുന്നില്ലേ? അതുകൊണ്ട് നമ്മൾ ഒരു 7 കൂടെ ഇവിടെ കൂട്ടാൻ പോവാണ്. കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1764. 1764. 1764 ബക്സാർ യുദ്ധം നടക്കുന്നത്. 1764 ബക്സാർ യുദ്ധം നടക്കുന്നത്. എന്താണ് ഈ ബക്സാർ യുദ്ധത്തിന്റെ പ്രത്യേകത? പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് അധിനിവേശത്തിന് അടിത്തറ ഇട്ടെങ്കിൽ അത് ശക്തി പ്രാപിച്ചത് അല്ലെങ്കിൽ ശക്തിയോടുകൂടെ ഉറച്ചു നിന്നത് ബക്സാർ യുദ്ധത്തിലൂടെയാണ്. ഇപ്പൊ നമ്മൾ 4 വർഷങ്ങൾ പഠിച്ചില്ലേ? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. 90 വർഷം കുറച്ചാൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. 100 വർഷങ്ങളുടെ കുറച്ച് കഴിഞ്ഞാൽ 1757 പ്ലാസി യുദ്ധം. ഇനി ഈ 7 എല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് 7 കൂട്ടി നോക്കുന്നു. 1764 ബക്സാർ യുദ്ധം. 4 വർഷങ്ങൾ പഠിച്ചോ? സിമ്പിളായിട്ട് പഠിച്ചോ? ഇതൊന്ന് എഴുതി വെക്കണം. എഴുതി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളിത് മനസ്സിൽ ഓർത്തിട്ട് എഴുതി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, 4 വർഷങ്ങൾ നമ്മളിവിടെ പഠിച്ചു. നമ്മളിനി അടുത്ത ഒരു സെഷനിലോട്ട് പോവാണ്. ഇവിടെ ഞാൻ കുറച്ച് വർഷങ്ങൾ ആദ്യം എഴുതാം. ഓക്കെ, ഞാൻ എഴുതാൻ പോകുന്ന വർഷങ്ങൾ 1500, 1600, 1700, 1800, 1900. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? 5 വർഷങ്ങളിവിടെ എഴുതി. 1500, 1600, 1700, 1800, 1900. അപ്പം ഈ വർഷങ്ങളിൽ നടന്ന കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ 100 കൂട്ടിയാണല്ലോ വന്നത്. ഞാൻ അതുകൊണ്ട് ആദ്യം ഒരു 50 കുറച്ച് എഴുതുവാണ് കേട്ടോ. 1450 കേട്ടോ. 50 കുറച്ച് എഴുതുവാണ്. 1450. ഇനി ഞാൻ ഓരോ സംഭവങ്ങളായിട്ട് പറയുവാണ്. ഓർത്ത് വെച്ചോണം. നിങ്ങൾക്കിത് കിട്ടും. നിങ്ങൾ പഠിച്ച കാര്യങ്ങളായതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് കിട്ടും. ഓക്കെ, ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് തുർക്കി കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചു.
ഇതാണ് തുർക്കി കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചു. കോൺസ്റ്റാന്റിനോപ്പിൾ, എൻ്റെ കൂടെ പറയണേ, തുർക്കി കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്ത സംഭവം നടക്കുന്നത് 1450-ലാണ്. ഞെട്ടണ്ട, ഞാനിതെല്ലാം പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞുതരാം. ഓക്കെ, തുർക്കി കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചത് 1450, പഠിച്ചല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1500 എന്താണെന്നറിയാമോ? പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വന്നു. എന്താണ്? പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വന്നു. പഠിക്കാൻ എളുപ്പമല്ലേ? 1500. ഓക്കെ, പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വന്നത് 1500-ലാണ്. പഠിക്കാൻ എളുപ്പമല്ലേ? പഠിക്കാൻ എളുപ്പമാണ്. ഇനി 1600. 1600 എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. ഓക്കെ, 1600-ൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. ഇനി അടുത്ത നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 1700-ആണ്. 1700-ലാണ് കൊൽക്കത്തയിൽ ബ്രിട്ടീഷുകാർ ഒരു വലിയ കോട്ട പണിയുന്നത്. ആ കോട്ടയുടെ പേരാണ് വില്യം ഫോർട്ട്. കേട്ടോ, വില്യം ഫോർട്ട് എന്ന് പറയുന്ന ഒരു കോട്ട ബ്രിട്ടീഷുകാർ കൊൽക്കത്തയിൽ പണിയുന്നു. അതൊരു വലിയ കോട്ടയാണ്. ഇനി 1800. 1800-ല് ടിപ്പു സുൽത്താൻ മരിക്കുന്നു. 1800-ൽ ടിപ്പു സുൽത്താൻ 1800-ൽ ടിപ്പു സുൽത്താൻ മരിക്കുന്നു. ഓക്കെ, 1800-ൽ ടിപ്പു സുൽത്താൻ മരിക്കുന്നു. 1900. 1900-ലാണ് മുണ്ട കലാപം നടക്കുന്നത്. ഓക്കെ, 1900-ൽ മുണ്ട കലാപം നടക്കുന്നു. അതിനറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഉൽഗുലാൻ കലാപം. ഓക്കെ, മുണ്ട കലാപം അഥവാ ഉൽഗുലാൻ കലാപം. ഓക്കെ, ഇനി നിങ്ങളുടെ മൈൻഡിൽ ഒന്ന് ശാന്തമായിട്ടൊന്ന് പറഞ്ഞു നോക്കിയേ, നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? 1500, 1600, 1700, 1800, 1900 ഇങ്ങനെ 100 കൂട്ടി വർഷങ്ങൾ എഴുതി. എന്നിട്ട് ആദ്യം പോയിട്ട് നമ്മളൊരു 50 കുറച്ചിട്ടും കൂടെ എഴുതി, 1450. ഇവിടെ നിന്നാണ് നമ്മുടെ ഹിസ്റ്ററി, ഓക്കെ, ഇന്ത്യൻ ഹിസ്റ്ററി, യൂറോപ്യന്മാരുടെ അധിനിവേശം എന്ന് പറയുന്ന ഇന്ത്യൻ ഹിസ്റ്ററി ആരംഭിക്കുന്നത്. 1450-ൽ തുർക്കി കോൺസ്റ്റാന്റിനോപ്പിൾ പിടിക്കുന്നു. 1500-ൽ പോർച്ചുഗീസുകാരനായിട്ടുള്ള വാസ്കോഡ ഗാമ കേരളത്തിലേക്ക് വരുന്നു. 1600-ൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നു. 1700-ൽ ബ്രിട്ടീഷുകാർ കൊൽക്കത്തയിൽ വില്യം ഫോർട്ട് സ്ഥാപിക്കുന്നു. 1800-ൽ ടിപ്പു സുൽത്താൻ മരിക്കുന്നു. 1900-ൽ മുണ്ട കലാപം അഥവാ ഉൽഗുലാൻ കലാപം നടക്കുന്നു. ഇത്രയും കാര്യം മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഇനി ഇതിൻ്റെയൊക്കെ കറക്റ്റ് ആയിട്ടുള്ള വർഷങ്ങളും കൂടെ നമുക്ക് പഠിക്കാം. ഞാൻ ഈ പറഞ്ഞത് കറക്റ്റ് വർഷമല്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള വർഷങ്ങളൂടെ പഠിക്കുമ്പോൾ നമ്മൾ ഇതിലും സെറ്റ് ആവും. ഓക്കെ, ശ്രദ്ധിച്ചോണേ. തുർക്കി കോൺസ്റ്റാന്റിനോപ്പിൾ പിടിക്കുന്നത് 1450-ലല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. 1453-ലാണ് കേട്ടോ. 1453-ൽ ഒരു 3 വർഷത്തെ വ്യത്യാസം. ഇനി അതുപോലെ പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വരുന്നത് 1500-ലല്ല, അതിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒരു 2 വർഷം കുറവാണ്, 1498 കേട്ടോ, 1498. ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത് 1600, ശരിയാണ്. വില്യം ഫോർട്ട് സ്ഥാപിക്കുന്നത് 1700, അതും ശരിയാണ്. ഓക്കെ, ഇനി അടുത്തത് ടിപ്പു സുൽത്താൻ മരിച്ചത് 1800, തെറ്റാണ്. ടിപ്പു സുൽത്താൻ 1800 എന്ന് പറയുന്ന ഒരു വർഷം കണ്ടിട്ടേയില്ല. അപ്പൊ ഏത് വർഷമായിരിക്കും? ഇത് തെറ്റാണ്, 1799. അതുപോലെ തന്നെ മുണ്ട കലാപം അല്ലെങ്കിൽ ഉൽഗുലാൻ കലാപം നടക്കുന്നത് 1900-ലല്ല, അതും ഒരു വർഷം കുറവാണ്. നോക്കിക്കേ, 1899. ഇപ്പൊ നമ്മൾ 6 വർഷങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി മൈൻഡിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഇത് എഴുതിയിട്ടൊക്കെ വേണം പഠിക്കാൻ കേട്ടോ. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, 1453 തുർക്കി കോൺസ്റ്റാന്റിനോപ്പിൾ പിടിക്കുന്നു. 1498 പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വരുന്നു. 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നു. 1700 ഫോർട്ട് വില്യം അഥവാ വില്യം കോട്ട കൊൽക്കത്തയിൽ നിർമ്മിക്കുന്നു. 1799 ടിപ്പു സുൽത്താൻ മരിക്കുന്നു. 1899 ഉൽഗുലാൻ കലാപം അഥവാ മുണ്ട കലാപം നടക്കുന്നു. പഠിച്ചോ? ഈ 6 വർഷങ്ങൾ പഠിച്ചോ? അപ്പം നമ്മൾ ആദ്യം ഒരു 4 വർഷം പഠിച്ചു, ഇപ്പോൾ ഒരു 6 വർഷം പഠിച്ചു. ടോട്ടൽ എത്രയായി? 10 വർഷങ്ങൾ നമ്മൾ പഠിച്ചു. ഇവിടെ 6, നേരത്തെ 4, അങ്ങനെ നമ്മൾ ടോട്ടൽ
10 വർഷങ്ങൾ പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു സെഷനിലോട്ട് പോവാം. അതിൽ ഞാൻ ആദ്യം എഴുതുന്നത് 1857 എന്താണ്, നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ, ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഓക്കെ, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഞാനത് എഴുതി. ഓക്കെ, ഇവിടെ നിന്ന് ഒരു 2 വർഷം ബാക്കിലേക്ക് എഴുതാൻ പോവാണ്. 1855 എന്താണെന്നറിയാമോ? സാന്താൾ കലാപം. ഓക്കെ, സാന്താൾ കലാപം. ഇനി അതുപോലെ തന്നെ 1857 നിന്നും ഒരു 2 വർഷം മുന്നിലേക്കും എഴുതാൻ പോവാണ്. 1859 എന്താണെന്നറിയാമോ? നീലം കലാപം. ഓക്കെ, എന്താണ്? നീലം കലാപം. 1855 സാന്താൾ കലാപം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, 1859 നീലം കലാപം. നമ്മൾ എങ്ങനെ പറഞ്ഞേ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ വർഷം നമ്മൾ പറഞ്ഞു, അതിൽ നിന്നും ഒരു 2 വർഷം കുറച്ചാൽ സാന്താൾ കലാപം. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും 2 വർഷം കൂട്ടിക്കഴിഞ്ഞാൽ നീലം കലാപം. ഓക്കെ, ഇനി ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് വർഷങ്ങൾ കിടപ്പുണ്ടല്ലോ, നമുക്ക് അതും കൂടെ എന്തൊക്കെ സംഭവങ്ങളാണെന്ന് നോക്കാം. അതിൽ 1856 ഇന്ത്യയിൽ നടക്കുന്ന ഒരു വലിയ നിയമമാണ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം. ഓക്കെ, പുനർവിവാഹ നിയമം. അതായത് 1856 ഇന്ത്യയിൽ ഒരു നിയമം പാസ്സാക്കുന്നുണ്ട്, ഹിന്ദു വിധവ പുനർവിവാഹ നിയമം. ഓക്കെ, ഇനി അതുപോലെ 1858 റാണീസ് പ്രൊക്ലമേഷൻ. ഓക്കെ, റാണീസ് പ്രൊക്ലമേഷൻ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുക്കുന്ന ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതാണ് റാണീസ് പ്രൊക്ലമേഷൻ. ഓക്കെ, ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, അതിൽ നിന്നും 2 വർഷം കുറച്ച് കഴിഞ്ഞാൽ സാന്താൾ കലാപം. ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും 2 വർഷം കൂട്ടിക്കഴിഞ്ഞാൽ നീലം കലാപം. ഇനി അതുപോലെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഓരോ വർഷങ്ങളാണ് പറയുന്നത്. 1956 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം, അതുപോലെ 1858 റാണീസ് പ്രൊക്ലമേഷൻ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു തരട്ടെ, നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി ഒറ്റ കാര്യം കൂടെ, പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ടാണ്. 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന റവല്യൂഷണറി ആയിട്ടുള്ള ഒരു നിയമമാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇതാ ഇവിടെ കിടക്കുന്ന ലെറ്റർ അല്ലെങ്കിൽ സംഖ്യ 6 അല്ലേ, ഈ 1856 നിന്ന് ഞാനൊരു 6 കുറയ്ക്കുവാണേ. 6 കുറച്ചാൽ എവിടെ എത്താടേ? 1848. ഇവിടെ ബ്രിട്ടീഷുകാർ വേറൊരു നിയമം പുറപ്പെടുവിക്കുന്നുണ്ട്, ദത്തവകാശ നിരോധന നിയമം. ഓക്കെ, ഇതുമായി കണക്ട് ചെയ്ത് പഠിച്ചോ കേട്ടോ. ദത്തവകാശ നിരോധന നിയമം, ഇതും കൂടെ ഇതിനുമായി ബന്ധപ്പെട്ട് ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചോ, പെട്ടെന്ന് തോന്നിയതാണ്, അപ്പം അതുകൊണ്ട് പറഞ്ഞതാണ്. ഹിന്ദു വിധവ പുനർവിവാഹ ഒരു നിയമം, അതിൽ നിന്ന് ഒരു 6 വർഷം, അതിൻ്റെ അവസാനത്തെ ലെറ്ററാണ് 6, അത് കുറച്ച് കഴിഞ്ഞാൽ 1848 എത്തും. അവിടെയാണ് ദത്തവകാശ നിരോധന നിയമം. പഠിച്ചേ, ഇതൊക്കെ PSC എപ്പോഴും ചോദിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ആദ്യം ഒരു 4 വർഷങ്ങൾ പഠിച്ചു, പിന്നീട് നമ്മളൊരു 6 വർഷങ്ങൾ പഠിച്ചു, ഇപ്പം നമ്മൾ വീണ്ടും ഒരു 6 വർഷങ്ങൾ പഠിച്ചു. ടോട്ടൽ നമ്മൾ 16 വർഷങ്ങളായി. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പുതിയ കുറച്ച് വർഷങ്ങളാണ്. ശ്രദ്ധിച്ച് കേട്ടോണം. ഇത് 1700 കാലഘട്ടത്തിലാണ്. 1700 കാലഘട്ടത്തിലെ കുറച്ച് വർഷങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. 1721, 1741, 1761, 1771, 1791. ഓക്കെ, എല്ലാം 1700 കാലഘട്ടത്തിലെ വർഷങ്ങളാണ്. 21, 41, 61, പിന്നെ 71, 91. നമ്മൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1721 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. ഓക്കെ, ആറ്റിങ്ങൽ കലാപം 1721 ആറ്റിങ്ങൽ കലാപം. 1741 1741 കുളച്ചൽ യുദ്ധം. ഓക്കെ, 1741 കുളച്ചൽ യുദ്ധം. 1761 ഇത് നമ്മുടെ ടെക്സ്റ്റിലില്ല, പക്ഷേ കേരളത്തിലൊരു വലിയ സംഭവം നടക്കുന്നുണ്ട്, നെടുങ്കോട്ട നിർമ്മാണം. ഓക്കെ, നെടുങ്കോട്ട നിർമ്മാണം.
അതായത് ടിപ്പു സുൽത്താൻ വന്ന് ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തിരുവിതാംകൂറും കൊച്ചിയും കൂടെ ചേർന്നുകൊണ്ട് കേരളത്തിനെ ക്രോസ് ആയിട്ട് ഒരു കോട്ട പണിയുന്നുണ്ട്. കോട്ടയല്ല, ഒരു മതിൽ പോലെ പണിയുന്നുണ്ട്. അതാണ് നെടുങ്കോട്ട എന്ന് പറയുന്നത്. അത് നിർമ്മാണം പൂർത്തീകരിച്ചത് 1761. ഇപ്പം നമ്മൾ 3 വർഷങ്ങൾ പറഞ്ഞില്ലേ, 20 ഗ്യാപ്പ് വെച്ചിട്ട് ഇല്ലേ, 21, 41, 61, 3 വർഷം ഗ്യാപ്പ് ഇട്ടല്ലേ പറഞ്ഞത്. അതുകൊണ്ട് അടുത്ത വർഷങ്ങൾ ഒന്നിലല്ല അവസാനിക്കുന്നത്, 3-ലാണ് കേട്ടോ. 1773, 1793, 1773, അതുപോലെ 1793. 1773-ലാണ് സന്യാസി കലാപം നടക്കുന്നത്. 1773 സന്യാസി കലാപം നടക്കുന്നു. 1793 ഒരു നിയമം കൊണ്ടുവരുന്നു, ശാശ്വത ഭൂനികുതി നിയമം. ഓക്കെ, ശാശ്വത ഭൂനികുതി നിയമം. 1773 സന്യാസി കലാപം, 1793 ശാശ്വത ഭൂനികുതി നിയമം. ഇതൊന്ന് പഠിച്ചു നോക്കിയേ. നമ്മൾ എങ്ങനെയൊക്കെയാണ് പറഞ്ഞത്? 1700-ലെ വർഷങ്ങളാണ് നമ്മൾ പറയുന്നത്. 1721, 41, 61, 71, 91. അതിൽ 1721 ആറ്റിങ്ങൽ കലാപം, 1741 കുളച്ചൽ യുദ്ധം, 1761 നെടുങ്കോട്ട നിർമ്മാണം. പിന്നെ ഈ 3 വർഷങ്ങളായതുകൊണ്ട് അടുത്ത 2 വർഷങ്ങൾ 3-ലാണ് അവസാനിക്കുന്നത്. 1773 സന്യാസി കലാപം, 1793 ശാശ്വത ഭൂനികുതി സമ്പ്രദായം. ഇപ്പം നമ്മൾ എത്ര വർഷങ്ങൾ പഠിച്ചു? 4, 6, 6. ഇപ്പോൾ നമ്മൾ ഒരു 5 വർഷങ്ങൾ കൂടെ, അങ്ങനെ നമ്മൾ 21 വർഷങ്ങളും സംഭവങ്ങളും പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു സെഷനിലോട്ട് പോവാം. ഇവിടെ നമ്മൾ 3 വർഷങ്ങളെയാണ് കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോറി, 3 അല്ല, 4 വർഷങ്ങളെയാണ്. അത് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. ഇതാ നോക്കിയേ, 1721 നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ 1821, അതുപോലെ 1921. ഈ 3 വർഷങ്ങളുടെ കാര്യമാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 1721 എന്താ നമ്മൾ പറഞ്ഞു? ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നമ്മളിതിപ്പോൾ പഠിച്ച കാര്യമാണ്, ആറ്റിങ്ങൽ കലാപം. 1921 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1921 എന്താണ്? മലബാർ കലാപം. 1921 മലബാർ കലാപം. ഓക്കെ, 1921 മലബാർ കലാപമാണ് നടക്കുന്നത്. ഓക്കെ, അപ്പം 1721, 1821, 1921 നമ്മൾ സംഭവങ്ങൾ എഴുതി. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് 1821 എഴുതാത്തതെന്ന്. നമുക്ക് പഠിക്കാനുള്ളത് 1821 അല്ല കേട്ടോ, ഞാൻ വെട്ടുവാണ്. നമുക്ക് പഠിക്കാനുള്ളത് 1820ഉം 1822 ആണ്. കണക്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ 1821 എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? 1820 റയട്ട് വാരി എന്ന് പറയുന്ന ഒരു നിയമം കൊണ്ടുവരുന്നു, റയട്ട് വാരി നിയമം. 1822 മഹൽവാരി എന്ന് പറയുന്ന ഒരു നിയമം കൊണ്ടുവരുന്നു. ഓക്കെ, റയട്ട് വാരിയും അതുപോലെ മഹൽവാരിയും. ഇപ്പം നമ്മൾ 4 വർഷങ്ങൾ കൂടെ പഠിച്ചില്ലേ? ഒന്ന് പറഞ്ഞു നോക്കിയേ. 1721, 1821, 1921. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? 1721 ആറ്റിങ്ങൽ കലാപം, 1921 മലബാർ കലാപം. ഇനി അതിൻ്റെ നടുക്ക് കിടക്കുന്ന 1821 അല്ല, നമ്മളത് വെട്ടി. 1820ഉം 1822 ആണ്. 1820 എന്താ സംഭവിച്ചത്? റയട്ട് വാരി നിയമം. 1822 മഹൽവാരി നിയമം. ഇപ്പൊ നമ്മൾ 4 വർഷങ്ങൾ കൂടെ പഠിച്ചില്ലേ? 4 വർഷങ്ങൾ കൂടെ പഠിച്ചു. അങ്ങനെ നമ്മളിപ്പോൾ ടോട്ടൽ 25 വർഷങ്ങളും 25 സംഭവങ്ങളും പഠിച്ചു. ഓക്കെ, ഇനി നമ്മുടെ ചാപ്റ്ററിൽ വേറെ 2 കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. 2 അല്ല, 3-4 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു 2 കാര്യങ്ങളൂടെ നമ്മൾ അല്ലാതെ അങ്ങ് പഠിക്കാം. ഓക്കെ, അത് എന്തൊക്കെയാണെന്നറിയാവോ? ഒന്ന് 1806 വെല്ലൂർ കലാപം. കേട്ടോ, വെല്ലൂർ കലാപം. ഓക്കെ, ഇത് ഞാൻ എന്താ ഇവിടെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? ഇതായിരുന്നേ, റയട്ട് വാരിയും മഹൽവാരിയും 1800 കാലഘട്ടത്തിലല്ലേ നടക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞാണ് 1800 നടക്കുന്ന 1806 എങ്ങനെ പഠിക്കാം? വെല്ലൂർ 6, 1806 കണ്ടോ, 1806 വെല്ലൂർ കലാപം നടക്കുന്നത്. അതുപോലെ 1829 ഇതിന് കോഡൊന്നുമില്ല, കിട്ടൂർ ചിന്നമ്മ എന്ന് പറയുന്ന
നാട്ടുരാജാവ് എന്ത് ചെയ്യുന്നു, മരിച്ചു. കിട്ടൂർ ചിന്നമ്മ മരിച്ചതാണ് 1829. ഇങ്ങനെ നമ്മൾ ടോട്ടൽ 27 വർഷങ്ങളാണ് ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പഠിച്ചത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ വർഷങ്ങളൊക്കെ ഒരു കൺഫ്യൂസിങ് ഉണ്ടായിരിക്കും, എനിക്കറിയാം. നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് കൺഫ്യൂസിങ് ഉണ്ടായിരിക്കും. നിങ്ങൾ ഈ ക്ലാസ് ഒന്നും കൂടെ കാണുക. ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് 5 വർഷങ്ങൾ 6 വർഷങ്ങളായിട്ട് ഓരോ സംഭവങ്ങളെ കണക്ട് ചെയ്തിട്ട് പഠിക്കുക. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ ഈസി ആയിട്ട് നമ്മുടെ മൈൻഡിൽ കയറും. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ ഇത് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളിത് പഠിക്കുക. എന്നിട്ട് ഒരു വെള്ള പേപ്പറിൽ ഈ 27 വർഷങ്ങളും 27 സംഭവങ്ങളും നിങ്ങൾ എഴുതി നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലുള്ള കോഡ് വെച്ചിട്ടുള്ള ക്ലാസ്സുകൾക്കും മനസ്സിലാക്കി പഠിക്കുന്ന ക്ലാസ്സുകൾക്കും വൊക്കാബുലറിയുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ മറക്കല്ല് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലുള്ള ക്ലാസ്സുകൾ അടുത്ത വട്ടം കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ശുഭദിനം.